ശ്രീ ഗുരുവായൂർ ടിഫിൻ്റെ പുറകിൽ ആരാണ്? ഏത് മതസ്ഥരാണ്? ഇത് സൊസൈറ്റിയിലേക്ക് തെറ്റായിട്ടുള്ള രീതിക്ക് പോകുന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ ഞങ്ങൾ ചെയ്യാൻ കാരണം തന്നെ. എൻ്റെ പേര് ശരത് ശങ്കർ. എൻ്റെ മതം ഇന്ത്യൻ. എൻ്റെ പേര് സജേഷ്. എൻ്റെ മതം ഇന്ത്യൻ. ഞങ്ങളുടേത് ഒരു ഓവർനൈറ്റ് സക്സസ് അല്ല. മറ്റേത് സക്സസ്ഫുൾ സംരംഭത്തിൻ്റെ പുറകിലും എല്ലാവരുടെയും എഫേർട്സും ഹാർഡ് വർക്കും ഉള്ള പോലെ തന്നെ കഴിഞ്ഞൊരു 15 വർഷമായിട്ട് ഒരു കൂട്ടായ്മയുടെ എൻ്റെ ടീമിൻ്റെ എഫേർട്സ്, ഹാർഡ് വർക്ക്, അതിൻ്റെ ഒരു റിസൾട്ടാണ് നമ്മളെന്നെ ഈ ഒരു ലെവലിൽ എത്തിച്ചിട്ടുള്ളത്. നമ്മൾ ശ്രീ ഗുരുവായൂർ ടിഫിൻ ഓപ്പൺ ചെയ്തത് മുതൽ ഒരുപാട് നല്ല ഫീഡ്ബാക്ക്സ് കിട്ടാറുണ്ട്. അതിൽ നെഗറ്റീവ്സിന് നമുക്ക് കിട്ടാറ് ഓക്കെ സെൽഫ് സർവീസാണ്, അതുകൊണ്ട് പൈസ അടച്ചിട്ട് വേണം ഭക്ഷണം കിട്ടാൻ. വേറെ ഇപ്പോൾ ഫുഡ് ആൻഡ് ബിവറേജസ് രംഗത്ത് ഇപ്പോൾ എന്തെങ്കിലും ഫീഡ്ബാക്സ് ഇമ്പ്രൂവ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമ്മൾ കൺസ്ട്രക്റ്റീവായിട്ട് പോസിറ്റീവായിട്ട് എന്നും നമ്മൾ കറക്റ്റീവ് ആക്ഷൻസ് എടുത്ത് പോകാറുണ്ട്. ഈ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് ക്രിറ്റിസിസം, അത് ചില ക്രിറ്റിക്സ് അത് നമുക്ക് തീരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്കെതിരെ വന്ന ചില ഇതുപോലെയുള്ള കുറച്ച് കമൻസുകൾ ഞാനിവിടെ ഒന്ന് കാണിക്കാം. ചില ചോദ്യങ്ങളാണ്. ശ്രീ ഗുരുവായൂർ ടിഫിൻ അതിനോട് ബന്ധപ്പെട്ട് മറ്റു മതസ്ഥരുണ്ടോ, അല്ലെങ്കിൽ ശ്രീ ഗുരുവായൂർ ടിഫിൻ അന്യമതസ്ഥരായിട്ട് ഫ്രാഞ്ചൈസി പാർട്ട്ണർഷിപ്പ് ചെയ്യുന്നുണ്ടോ? വി ആർ ഓപ്പൺ ടു ഓൾ ക്രിറ്റിസിസം. പക്ഷേ ഇത് ഇറ്റ്സ് എ വെരി സീരിയസ് കൺസേൺ, നോട്ട് ഗുഡ് ഫോർ എനിവൺ ആൻഡ് ഫോർ ദ സൊസൈറ്റി. കേരളത്തിൽ നിന്നുള്ള ഒരു ബ്രാൻഡിനെ ലോകത്തിലേക്ക് ഉയർത്തുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളുടെ ഭക്ഷണം ഒരിക്കലും ഒരു മതത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ജാതിയുടെ പേരിലോ ഞങ്ങൾ വിഭജിച്ചിട്ടില്ല. അതേപോലെ ഞങ്ങളുടെ കൂടെ 350ഓളം ടീം മെമ്പേഴ്സ് ഉണ്ട്. അവരുടെ ജാതി ഞങ്ങൾ നോക്കാറില്ല. 3000ഓളം കസ്റ്റമേഴ്സ് ഞങ്ങൾക്ക് ഡെയിലി വരുന്നുണ്ട്. സോ അവരുടെ മതം ഞങ്ങൾ നോക്കാറില്ല. അതേപോലെ ഞങ്ങളുടെ ലാൻഡ് ലോഡ്സ്, വെൽവിഷേഴ്സ്, ഞങ്ങളുടെ വെൻഡേഴ്സ്, ഇവരാരും ഞങ്ങൾ മതം നോക്കാറില്ല. ഞങ്ങളുടെ ഓരോ ബ്രാഞ്ചിൽ നിന്നും വരുന്ന വരുമാനത്തിൻ്റെ ഒരു പങ്ക് ഞങ്ങൾ കൊടുക്കുന്നവരുടെ മതം ഞങ്ങൾ നോക്കാറില്ല. ഭക്ഷണം എന്നത് മനുഷ്യരെ അടുപ്പിക്കേണ്ട ഒന്നാണ്, അല്ലാതെ അതിൻ്റെ പേരിൽ മനുഷ്യർ തമ്മിൽ തല്ലുന്ന ഒന്നായി മാറരുത്. പക്ഷേ ഇനി നമുക്ക് എതിരെ ഇങ്ങനെയുള്ള മോശം രീതിയിലുള്ള കമൻസ് വരുമ്പോൾ, അല്ലെങ്കിൽ സൊസൈറ്റീനെ അസ്വസ്ഥമാക്കുന്ന തരത്തിലുള്ള കമൻസ് വരുമ്പോൾ, വി വിൽ ടേക്ക് ഇറ്റ് ടു ദ റൈറ്റ് അതോറിറ്റി. കാരണം ഇന്ത്യ പോലെ രാജ്യത്ത് ഇതുപോലെ നമ്മളെപ്പോലെ ഒരുപാട് സ്റ്റാർട്ടപ്സ് നല്ല രീതിയിൽ സ്കെയിൽ ചെയ്ത് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. എല്ലാവിധ സഹായങ്ങളും തരുന്ന ഒരു സെൻട്രൽ ഗവൺമെൻറ്റാണ് നമുക്കുള്ളത്. നമ്മുടെ ഇന്ത്യനെ റെപ്രസെൻ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഹാർമണിയാണ് ആദ്യം മുതലേ കണ്ടിട്ടുള്ളത്. ഗോയിങ് ഫോർവേഡ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ എല്ലാ സിറ്റീസിലേക്കും എത്തിക്കുക. അതായത് ഞാൻ ജനിച്ചു വളർന്ന നാടാണ് ഗുരുവായൂർ, ആ ഒരു പേര് ലോകമെമ്പാടും എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ തുടങ്ങിയ ഈ ഒരു സംരംഭം, അതിലേക്ക് ആർക്കും കൈകോർക്കാൻ വരാം, ആയിരക്കണക്കിന് ആൾക്കാർക്ക് ജോലി കൊടുക്കാം. ഇതൊക്കെയാണ് ഇനി ഇവിടെ അങ്ങോട്ടുള്ള ഒരു 3 വർഷത്തെ ആഗ്രഹം. ഞങ്ങൾക്ക് കിച്ചുള്ള ആകെ ഒരു മതവും അത് നല്ല ഭക്ഷണമാണ്.